നമുക്കിതിൻ്റെ അടിവശം മടക്കിയടിക്കാം. നമ്മൾ 2 ഇഞ്ച് വീതി ഇട്ടിട്ടില്ലേ, 1 ഇഞ്ച് വീതിയിൽ മടക്കണം. കണ്ടോ, 1 ഇഞ്ച് വീതി മടക്കുക, എന്നിട്ട് ഒരു മടക്കൂടെ മടക്കുക. കണ്ടോ, എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരേ വീതി ആയിരിക്കണം കേട്ടോ അടിവശം മടക്കിയടിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയടിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഇത് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയല്ലേ എടുത്തേക്കുന്നത്, 2 ഇഞ്ച് വീതി, ആ 2 ഇഞ്ച് മാറിങ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് മടക്കണം. മടക്കിയിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ച് പ്രസ് ചെയ്യണം. അയൺ ബോക്സ് വെച്ച് പ്രസ് ചെയ്തിട്ട് പിന്നെ ഒരു മടക്കൂടെ മടക്കണം, എന്നിട്ട് അയൺ ബോക്സ് വെച്ച് പ്രസ് ചെയ്യണം. അത് ഈ ലൈൻ ഇവിടെ ഇങ്ങനെ കിടക്കും. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഇത് കറക്റ്റായിട്ട് അകത്തോട്ട് മടക്കി വെച്ച് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പൊളഞ്ഞു പോകും. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ലെവലേ കിട്ടും. കണ്ടോ, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം. ഒരു ചുളുക്കോ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊന്നും പോരും, നേരെ തന്നെ വേണം. അങ്ങനെ നേരെ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അയൺ ബോക്സ് വെച്ച് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. 1 ഇഞ്ച് വീതിയാണ് നമ്മൾ മൊത്തത്തിൽ 2 ഇഞ്ചായിട്ടത്. 1 ഇഞ്ച് വീതി തന്നെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. നമ്മൾ ഫോട്ടോ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എലാസ്റ്റിക് പിടിപ്പിക്കുക എന്നുള്ളതാണ്. എലാസ്റ്റിക് നമ്മളിവിടെ കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ എത്രയാണ് എടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ബാക്കിയെല്ലാം നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ കാര്യമേ ഉള്ളൂ. നമ്മൾ സൈഡ് ഫ്രണ്ട് അടിക്കുക, ബാക്കി അടിക്കുക, സൈഡ് അടിക്കുക, ബാൻഡ് കയറ്റുക, എലാസ്റ്റിക്കിൻ്റെ പരിപാടി കഴിയും. ഇത്രയും സമയമുള്ളൂ. ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചേക്കാണല്ലോ, ഇതിങ്ങനെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ എലാസ്റ്റിക്, അകത്തല്ലേ തുമ്പ് വരുന്നത്, ഈ തുമ്പത്താണ് നമ്മൾ എലാസ്റ്റിക്, ഈ ബാൻഡ് വരുന്നുണ്ടല്ലോ, ഈ തുമ്പത്താണ് നമ്മൾ എലാസ്റ്റിക് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റായിട്ട് ഇതിങ്ങനെ എടുത്തിട്ടിട്ട് ഈ ബാൻഡേലാണ്, കണ്ടോ ബാൻഡ് വരുന്നുണ്ടല്ലേ, ഈ ബാൻഡേലാണ് എലാസ്റ്റിക് ജോയിൻ ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ വെക്കുക. കണ്ടോ, ആ ബാൻഡിൻ്റെ അവിടെ കറക്റ്റ് വെക്കുക. ഇതാണ് ബാൻഡ് വരുന്നത്, കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇത് കണ്ടോ, ഈ ബാൻഡ് വരുന്നതിൻ്റെ ഈ തയ്യൽ തുമ്പകത്താണല്ലോ പോകുന്നത്, ഈ ബാൻഡേലാണ് നമ്മൾ എലാസ്റ്റിക് ജോയിൻ ചെയ്യേണ്ടത്. ബാൻഡിൻ്റെ ഈ സൈഡിൽ, ഇത് ഫ്രണ്ട് പോർഷനാണ്, ബാക്കിൽ ഈ സൈഡിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 2-3 സ്റ്റിച്ച് ഇടുക. കാര്യം ഇതിവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിട്ട്, കണ്ടോ, ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ചിടുക. അതിനുശേഷം അപ്പുറത്തെ സൈഡും ഈ ബാക്ക് സൈഡിൽ ഈ സൈഡിലും അതുപോലെ തയ്യൽ തുമ്പുണ്ടല്ലോ, ഫ്രണ്ട് പോർഷൻ 2 സൈഡിലായിട്ടല്ലേ വരുന്നത് ബാൻഡ് വരുന്നത്. ഈ സൈഡിൽ കണ്ടോ നമ്മൾ ജോയിൻ ചെയ്ത്, ബാൻഡേ തന്നെ ജോയിൻ ചെയ്തുണ്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലും ഇതിവിടെയും ജോയിൻ ചെയ്യുക. കണ്ടോ, ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ബാൻഡേ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ എലാസ്റ്റിക്. കണ്ടോ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ വെക്കുക. കണ്ടോ ഈ 2 സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്തുണ്ട്, മനസ്സിലായി? ഈ ഫ്രണ്ടിൻ്റെ 2 സൈഡിലെ എൻഡിലും നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ജോയിൻ ചെയ്തു കറക്റ്റായിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഇടുക. ഈ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇടുക. ഇതാണ് നമ്മൾ എക്സ്ട്രാ ഇട്ട് തുമ്പ്. ഇതിങ്ങനെ കവർ ചെയ്ത് വരണം, നമുക്ക് ഇലാസ്റ്റിക് കാണാത്തത്. അതുകൊണ്ട് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ശകലം തുമ്പ് മടക്കി അടിക്കാം. കാര്യം ഇതിങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് നമുക്ക് ഈ എഡ്ജിൽ കൂടെ അടിച്ചിട്ടാണ് ഇത് എലാസ്റ്റിക് അകത്ത് പോകേണ്ടത്. അത് എത്ര ഇഞ്ചാണോ വീതി വരേണ്ടത്, ഇപ്പോൾ ഇത് 1.5 അല്ലേ, 1.5 ആകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മടങ്ങി വന്നിട്ട് നമുക്കൊരു ഇത് മടക്കി വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മടക്കൂടെ നോക്കുക, തുമ്പൂടെ മടക്കി നമുക്ക് ഈ ഒരു ലെവലിലാണ് ഇത് വരേണ്ടത്. അത് ഒരു സ്റ്റിച്ച് നമുക്കിട്ട് നിർത്തി കഴിഞ്ഞാൽ
തയ്ച്ചെടുക്കാൻ നല്ലതായിരിക്കും. കാര്യം ഈ തുമ്പ് മടങ്ങിയിട്ട് നമ്മൾ ഈ ഫ്രണ്ട് അടിച്ചപ്പോൾ കണ്ടായിരുന്നു നമ്മൾ അയൺ ബോക്സ് വെച്ച് പ്രസ് ചെയ്തിട്ടായിരുന്നു വന്നത് അല്ലേ. അന്നേരം നമുക്ക് തയ്ക്കുമ്പോൾ നല്ല എളുപ്പം തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് നിർത്താം. ഈ എഡ്ജിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇടുക, ഈ ഒറ്റ വീതി തന്നെ കേട്ടോ. ഒരു 1/2 ഇഞ്ച് വീതി ഉണ്ട്. ഇത് കറക്റ്റായിട്ട് ഒരേ വീതി തന്നെ ഇടണേ. നമുക്ക് ഈ ബാക്കിലൊരു ഷേപ്പ് ഉണ്ട്, അത് കണക്കാക്കരുത്. അത് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വീതി കൂട്ടരുത്, ഒരേ വീതിയിലായിരിക്കണം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇട്ട് നിർത്തി. ഇനി നമുക്കതിനെ തയ്ക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും, വെച്ചങ്ങ് അടിച്ചാൽ മതി. അത് ഈ എഡ്ജിക്കായിട്ട് അടിച്ചുകൊണ്ട് ഇതിൻ്റെ തയ്യൽ ഇനിയിപ്പോൾ അടുത്ത് തയ്ക്കുന്ന തയ്യൽ ഈ തയ്യലിൻ്റെ പുറത്തോടെ ആയിരിക്കും വരുന്നത്. അന്നേരം നമുക്ക് ഒന്നിൽ കൂടുതൽ തയ്യലായിട്ടുള്ളതായിട്ട് തോന്നത്തില്ല, നല്ല ഫിനിഷിങ് ആയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് മടക്കി വെച്ചങ്ങ് അടിച്ചാൽ മതി. ഇതിപ്പോൾ മടക്കി നമ്മൾ എഡ്ജിൽ അടിച്ചുകൊണ്ട് ഇത് കറക്റ്റായിട്ട് മടക്കി ഇങ്ങനെ വെക്കുക. ഈ എലാസ്റ്റിക്കിൽ ഒരിക്കലും തയ്യൽ വീഴരുത്. എലാസ്റ്റിക്കിൻ്റെ സൈഡിൽ കൂടെയാണ് തയ്യൽ വരേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം പെട്ടെന്ന്, അത് പ്രത്യേകം. ഇവിടെ നമ്മൾ കെട്ടിട്ടിട്ട് അത് ഈ തുമ്പകത്ത് പോയി കണ്ടോ, എലാസ്റ്റിക്കിൻ്റെ തുമ്പകത്ത് പോയിട്ടുണ്ട്. ഇത് ചുളുങ്ങാതെ കറക്റ്റായിട്ട് പിടിച്ച് വെക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതിങ്ങനെ ലെവലിൽ വെക്കുക. ഒരേ വീതി ആയിരിക്കണം. എലാസ്റ്റിക് തയ്യൽ കൊടുക്കരുത്. എലാസ്റ്റിക് ഉണ്ട് ഇവിടെ വരെ നിൽക്കുന്നത് ഇല്ലേ, നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ തയ്ക്കുന്നത്. എലാസ്റ്റിക് തയ്യൽ വീഴരുത്. എലാസ്റ്റിക് തയ്യൽ വീഴുന്നത് പിന്നാണ്. ഇത് കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. നേരത്തെ തയ്ച്ച ഇതേ കൂടെ തന്നെ തയ്ക്കത് കണ്ടോ, തയ്ച്ച് വന്നു. നമുക്ക് ഈ തയ്യൽ തുമ്പ് കട്ട് ചെയ്യുക, തയ്യൽ തുമ്പല്ല നൂലം കട്ട് ചെയ്ത് കളയാം കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, ഇവിടെ വരുമ്പോൾ എലാസ്റ്റിക്കിന് കുറച്ച് നീളമല്ലേ ഉള്ളൂ, തുണിക്ക് കൂടുതൽ നീളം ഉണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പ്രഷർ ചെയ്തപ്പോൾ ഈ എലാസ്റ്റിക്കിനോട് വലിച്ചെടുക്കണം കണ്ടോ. അതിന് ഇവിടെ ചുളുക്ക് വീഴും കണ്ടോ കണ്ടോ. ഇങ്ങനെ വലിക്കുമ്പോഴത്തേന് ഇവിടെ പ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ എലാസ്റ്റിക് തരം ഇച്ചിരി കൂടെ നമുക്ക് നീളത്തിൽ കിട്ടി. എന്നിട്ട് അത് കറക്റ്റായിട്ട് വെക്കുക. പിന്നെ നമ്മൾ അതുപോലെ തന്നെ അടയ്ക്കുക. അതിൻ്റെ ഈ സെൻറ്ററൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പോയി കഴിഞ്ഞാൽ ആ ചുളുക്ക് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അവിടെ നിർത്തുക. എന്നിട്ട് നമ്മൾ എലാസ്റ്റിക് ഒന്നുകൂടെ അങ്ങോട്ട് വലിക്കുക. അന്നേരം ഒന്നുകൂടെ നീണ്ടു വരും. വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് വെക്കുക ഉണ്ടോ. കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക ഉണ്ടോ ഉണ്ടോ. എലാസ്റ്റിക് സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വലിച്ചുകൊണ്ട് ഈ സൈഡിൽ വന്നിട്ട് ഈ എലാസ്റ്റിക്കിൽ ചുളുങ്ങിയിരിക്കുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ കൊണ്ടുവന്ന് നിർത്തി നമുക്കിത് മേലോട്ടിങ്ങനെ തയ്ച്ചെടുക്കാം കണ്ടോ. കണ്ടോ നമ്മൾ എലാസ്റ്റിക് അകത്ത് വെച്ച് തയ്ച്ചെടുത്ത് കണ്ടോ, അതിലും പുറത്തില്ല കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ചുരുങ്ങി നമ്മൾ സൈഡ് വെച്ചേക്കില്ല, ഇതിങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ആക്കണേ ചുളുക്ക്. അതിങ്ങനെ വലിച്ചു വിട്ടാൽ മതി. കണ്ടോ എല്ലായിടത്തും ഒരുപോലെ ചുളുപ്പ് വന്നുണ്ടോ. പക്ഷേ ഇതിൻ്റെ പുറത്തോടെ നമ്മൾ സ്റ്റിച്ച് ഇടണം, അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിലോട്ട് പിടിക്കുമ്പോൾ ഇതിങ്ങി പോരത്തില്ലേ. ഇത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടില്ലേ, ഫ്രണ്ട് ഇത് വന്ന് കണ്ടോ, ഫ്രണ്ട് പോർഷൻ വന്നു, ബാക്ക് പോർഷൻ എലാസ്റ്റിക് നമ്മൾ തയ്ച്ചു. ഇതിനകത്ത് കണ്ടോ തുമ്പെല്ലാം ഇതിനകത്ത് പോയി, ഒരു കുഴപ്പമില്ലാതെ വന്നു കണ്ടോ. ഇവിടെ എലാസ്റ്റിക് ഒന്നും ഇരുമ്പിലകത്താണ് പോയി, ഇങ്ങനെ മടക്കടിക്കാൻ നമ്മൾ തുമ്പിട്ടെ. എന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ചുളുപ്പ് വന്നു കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഇവിടെ ഒരു സ്റ്റിച്ച് ഇടണം, ഇവിടെ ഒരു സ്റ്റിച്ച് ഇടണം, ഇവിടെ ഒരു സ്റ്റിച്ച് ഇടണം. അങ്ങനെ 4 സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ ഇടണം. എന്നാലേ 2 ഇഞ്ച് വലിഞ്ഞു കൊടുക്കത്തുള്ളൂ. മനസ്സിലായി. അന്നേരം ഇത് നല്ല ഫിനിഷിങ് ആയിരിക്കും കാണാൻ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വലിഞ്ഞൊക്കെ അങ്ങ് പോകും. അങ്ങനെ കറക്റ്റായിട്ട് ഇനി ചെയ്യേണ്ട കാര്യം, ഈ എൻഡിൽ നിന്ന് കെട്ടിട്ട് അത് ഈ സ്റ്റിച്ചെല്ലാം സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടോ, ഒരേ രീതിയിലായിരിക്കണം വരുന്നത്. ഇതിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ സെൻറ്ററല്ലേ വന്നിരിക്കുന്നത്, ഇവിടെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ ചുളുക്ക് നൂത്ത് കൊടുക്കണം കേട്ടോ. അതിന് ഇങ്ങനെ വലിക്കുമ്പോൾ ചുളുക്ക് നോക്കും, എന്നിട്ട് വേണം തയ്ക്കാൻ. ചുളുക്ക് വെച്ച് തയ്ക്കരുത്, ചുളുക്ക് ഇങ്ങനെ നൂത്തിട്ട് തയ്ക്കണം. വിടുമ്പം പിന്നെയും കണ്ടോ ചുളുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എലാസ്റ്റിക് പിടിച്ച് വലിച്ച് കണ്ടോ, ഇവിടെ നമ്മൾ വിട്ടു, ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാം കണ്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് തിരിച്ച് വീണ്ടും അടിക്കണം. നമുക്ക് 4 സ്റ്റിച്ചാണ് മൊത്തത്തിൽ വേണ്ടേ, ഒരെണ്ണം തയ്ച്ചു. അടുത്തത് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കണം കണ്ടോ, ഒരേ വീതി ആയിരിക്കണം. കണ്ടോ ഈ തയ്യൽ നൂലങ്ങ് എടുത്ത് കട്ട് ചെയ്ത് കളയാം.
ഉണ്ടോ? ഇനി ഒരു സ്റ്റിച്ച് കൂടെ, അതും ഇതുപോലെ വലിച്ചു പിടിക്കുക. ഉണ്ടോ? എല്ലാം ഒരേ വീതി ആയിരിക്കണം, അങ്ങോട്ട് ഇങ്ങനെ വളഞ്ഞു പോകരുത്. ഉണ്ടോ? എന്നിട്ട് ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇതും വലിച്ചു പിടിക്കുക. ഇതിവിടെ കൊണ്ട് കെട്ടിട്ട് നടത്തുക, അത്രേ ഉള്ളൂ കാര്യം. കണ്ടോ? റെഡിമെയ്ഡിൻ്റെ കൂട്ട് വന്നില്ലേ, ചെറിയ ചെറിയ പ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എലാസ്റ്റിക് ഫ്രണ്ട് പോർഷൻ കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നു. കണ്ടോ? നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. മനസ്സിലായോ? ഇതിപ്പോൾ എലാസ്റ്റിക് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ലൂസും നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് വലിഞ്ഞു കൊടുക്കുകയും ചെയ്യും. കണ്ടോ? ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടി ചെറിയതായിട്ട്. ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിക്കുകയാണെങ്കിൽ 4 നീഡിലുള്ള വെച്ച് ചെയ്യുന്നവർ അന്നേരം കറക്റ്റ് പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ ലൈൻ അങ്ങോട്ട് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളയരുത്, നേരെ തന്നെ തയ്ച്ചെടുക്കണം. അന്നേരം കറക്റ്റ് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഓക്കെ, അത് നമ്മൾ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാനും പഠിച്ചു, സ്റ്റിച്ച് ചെയ്യാനും പഠിച്ചു, എല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സെല്ലാം കണ്ടു നോക്കാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.